ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. തുടർന്ന് മീനാക്ഷി അവിടുത്തെ കസേരയിലേക്ക് ഇരുത്തിയിട്ട് കാർത്തി പറയുകയാണ്, എന്താ സർപ്രൈസ് എന്നറിയാമോ? ഞാൻ എൻ്റെ മീനാക്ഷിക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മീനാക്ഷി അത്ഭുതത്തോടെ കാർത്തിയെ നോക്കുമ്പോൾ കാർത്തി പറയുകയാണ്, ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. ഞാൻ തനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. നിങ്ങളെല്ലാവരും കഴിക്കാനിരിക്കാൻ പറഞ്ഞ് കാർത്തി അടുക്കളയിലേക്ക് പോകുന്നു. തുടർന്ന് കാർത്തി ഒരു കാസ്ട്രോളിൽ ബിരിയാണി എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് വരികയാണ്. ഞങ്ങൾക്കാർക്കും ഇപ്പോൾ വേണ്ട, നീ ഇപ്പോൾ നിൻ്റെ സഹധർമ്മിണിക്ക് കൊടുത്താൽ മതിയെന്ന് സാവിത്രി പറയുന്നു. തുടർന്ന് കാർത്തി മീനാക്ഷിക്ക് ബിരിയാണി എടുത്തു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അത് കഴിച്ചതിന് ശേഷം സൂപ്പറായിട്ടുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ്, ഞാൻ കണ്ടിരുന്നു വന്നപ്പോൾ തന്നെ ഒരാൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈഥിലി അവരെ തന്നെ നോക്കി നിൽക്കുന്നത് സാവിത്രി കാണുന്നു. എന്താടി, ഏതോ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ ഇങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അകത്തേക്ക് എങ്ങാനും കയറിപ്പോകാൻ പറഞ്ഞ് സാവിത്രി ദേഷ്യപ്പെടുമ്പോൾ മൈഥിലി അകത്തേക്ക് പോകുന്നു. അതേസമയം വൈശാഖ് മൈഥിലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ഈ ചെമ്പകമംഗലത്തിൻ്റെ കോമ്പൗണ്ടിലുണ്ടെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണമെന്നും വൈശാഖ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. തുടർന്ന് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മൈഥിലി പുറത്തേക്ക് ചെല്ലുന്നു. അതേസമയം പുറത്തു നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു നന്ദിനി. പെട്ടെന്ന് തന്നെ വൈശാഖിൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. ശബ്ദം കേട്ടുകൊണ്ട് നന്ദിനി ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണാൻ സാധിക്കുന്നില്ല. തുടർന്ന് നന്ദിനി അകത്തേക്ക് പോകുന്നു. ആ തക്കത്തിന് വൈശാഖിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മൈഥിലി. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ പ്രശ്നമാണെന്ന് മൈഥിലി പറയുമ്പോൾ എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് വൈശാഖ് പറയുന്നു. എടാ, നമുക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല, നീ വാള് വെക്കുന്ന സ്ഥലം കണ്ടെത്തിയോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ അന്നേരമാ ആ ദേവമ്മ എന്നെ മുറിയിലിട്ട് പൂട്ടിയതെന്ന് മൈഥിലി പറയുന്നു. ഈ വീട്ടുകാരുടെ പീഡനങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ. നീ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് മൈഥിലി പറയുമ്പോൾ ആരാ നിന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നതെന്ന് വൈശാഖ് ചോദിക്കുന്നു. ആ സാവിത്രിയാണ്. എന്നാലേ അവർക്കുള്ള പണി നമുക്ക് ഉടൻ തന്നെ കൊടുക്കാമെന്ന് വൈശാഖ് പറയുകയാണ്. അതേസമയം രാമഭദ്രനെ ഫോൺ വിളിച്ചുകൊണ്ട് സാവിത്രി പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് വീണ്ടും വൈശാഖിൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. സംശയം കേൾക്കുന്ന സാവിത്രി വൈശാഖും മൈഥിലിയും നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് സാവിത്രിയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരുന്നത്. ആ തക്കത്തിന് വൈശാഖിനെ മതിൽ ചാടി പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ് മൈഥിലി. അതിനുശേഷം മൈഥിലി സാവിത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആരായിരുന്നു അവിടെയെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ അച്ഛനായിരുന്നെന്നും തിരികെ കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്നും മൈഥിലി പറയുന്നു. പക്ഷേ അച്ഛൻ ഒരിക്കലും അടുക്കില്ലെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാമഭദ്രനെയും സാവിത്രിയുമാണ്. രാമേട്ട, എനിക്ക് തോന്നുന്നത് ആ മൈഥിലിക്ക് എന്തൊക്കെയോ ഉടായ്പകളുണ്ടെന്നാ. അതേസമയം മൈഥിലി അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്താടി നിനക്കൊരു കള്ളലക്ഷണമെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അതെനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെയുണ്ട് എന്ന് മൈഥിലി പറയുന്നു. നീ ആ വൈശാഖിൻ്റെ കൂടെ നടന്ന് പണി പറ്റിച്ചോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ എൻ്റെ സാവിത്രി ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞ് രാമഭദ്രൻ സാവിത്രിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടെ താഴേക്ക് വരുന്ന കാർത്തിയെയും മീനാക്ഷിയുമാണ്. അതേസമയം കാർത്തിയുടെ ഫോണിലേക്ക് വക്കീല് വിളിക്കുകയും നാളെ ഡിവോഴ്സ് കേസിന് വേണ്ടി കോടതിയിലെത്താനും പറയുകയും ചെയ്യുന്നു. തുടർന്ന് കാർത്തി മൈഥിലിയെ വിളിച്ചു കൊണ്ടുവരാനായി മീനാക്ഷിയോട് പറയുകയാണ്. മൈഥിലി വന്നു കഴിയുമ്പോൾ നാളത്തെ ഡിവോഴ്സിൻ്റെ കാര്യമെല്ലാം തന്നെ കാർത്തി പറയുന്നു. അത് എനിക്കതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണം. അതെന്താ മൈഥിലി നീ ഇപ്പോൾ അങ്ങനെ പറയുന്നതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയെന്ന് മൈഥിലി പറയുന്നു. ഇത് കേൾക്കുന്ന രാജലക്ഷ്മിയമ്മ മൈഥിലിയോട് അപ്പോൾ തന്നെ അവിടെ നിറങ്ങാൻ പറയുകയാണ്. വേണ്ട മുത്തശ്ശി, അവൾ എന്താണെങ്കിലും നാളെ എൻ്റെ ഒപ്പം വന്നോളുമെന്ന് കാർത്തി പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മൈഥിലിയും കൂടി കേസിൻ്റെ കാര്യത്തിനായി കോടതിയിലേക്ക് പോകുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ്. ഇന്ദ്രജ വൈശാഖിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് ഇന്ദ്രജ മാലതിയെ വിളിക്കുന്നു. മാലതി, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ആ മൈഥിലി കാർത്തിയുടെ കൂടെ കോടതിയിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എപ്പോഴേ പോയെന്ന് മാലതി പറയുന്നു. ഷേ, ഇവളെന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ അതിനവൾ ഡിവോഴ്സിന് ഒപ്പിട്ടിട്ട് വേണ്ടേ എന്ന് മാലതി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഇന്ദ്രജ അമ്പരപ്പോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.